നോമ്പ് തുറന്ന് കഴിഞ്ഞ ശേഷം ദാ ഇതുപോലെ പുളിയുള്ള എന്തെങ്കിലും കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഇതും കടയിൽ പോയപ്പോൾ അയൽവക്കത്തുള്ള ആരോ കൊടുത്തതായിരുന്നു കേട്ടോ മാങ്ങ. അപ്പോൾ അത് കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നോമ്പ് തുറന്നിട്ടത് ഉപ്പ് കുത്തി കഴിക്കാൻ. ഉപ്പും മുളകും പാടൊക്കെ ഇട്ടിട്ട് മസാലയാക്കിയിട്ട് അതിലിങ്ങനെ കുത്തി കഴിക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലൂടെ ഓടിപ്പോകും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് വെക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. സ്ഥിരം പരിപാടിയൊന്നുമല്ല ഇത്. ഇന്ന് നോമ്പ് തുറക്കാൻ ഗീ റൈസായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു രാവിലെ പലിച്ചക്ക് കഴിക്കാൻ സാധാ റൈസ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പം ഞാൻ വേഗം തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനിതാ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ എത്തിയത് കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പോൾ വെന്ത് ആ ടൈമിൽ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഊറ്റി മേശപ്പുറത്ത് കൊണ്ടുവച്ച് കിടക്കുക എന്നുള്ള പരിപാടിയാണ്. ഇനി രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക, താളിപ്പോൾ അതിലേക്കുള്ള കറിയും ചിക്കൻ പൊരിക്കൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ 4 മണിക്ക് ഇത് അലാറം അടിച്ച ഉടനെ ഓടി എണീറ്റിട്ടുണ്ട്. കാരണം അത് ഓഫാക്കി പിന്നെ കിടന്നാൽ പിന്നെ വാങ്ങി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എഴുന്നേറ്റ് വന്ന് നമ്മൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 അടുപ്പത്ത് തന്നെ വേഗം വേഗം ഉണ്ടാക്കട്ടെ. കാരണം ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ട് വേണം മക്കളെയൊക്കെ വിളിച്ച് ഹസ്ബൻഡിനെയൊക്കെ വിളിച്ച് അവർക്ക് കൊടുക്കാനായിട്ട്. പുലർച്ചെ നമുക്ക് അധികം സമയമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പത്ത് നമ്മൾ താളിപ്പ് ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഇട്ട് അത് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. തക്കാളിയാണ് കേട്ടോ താളിപ്പിച്ചെടുക്കുന്നത്. ഒരു അടുപ്പത്ത് ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്ക് ചിക്കൻ അതിലേക്ക് ഓരോന്നിട്ട് അതും വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ഓർമ്മ വരും കേട്ടോ. കാരണം നമ്മൾ എഴുന്നേറ്റ് വരിക ഇതേപോലെ മേശപ്പുറത്ത് എല്ലാം ഉമ്മാർ റെഡിയാക്കി വെച്ച് ഉമ്മാരിങ്ങ് വിളിച്ചില്ലേ നമ്മൾ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന ശേഷമാണ് നമ്മളിതൊക്കെ കഴിക്കുക. ഇനി നമുക്ക് അങ്ങനെ ഒരു കാലമൊന്നും കിട്ടില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്ക് മക്കളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു 2 ദിവസമൊക്കെ നിൽക്കാൻ പോകാറുണ്ടായിരുന്നു വീട്ടിലേക്ക്. അങ്ങനെയുള്ള ടൈം നോമ്പിന് കേട്ടോ. നോമ്പിനിപ്പം തീരെ നിൽക്കാൻ പോകാറില്ല. കാരണം ഹസ്ബൻഡിന് ആ ഒരു തറാവി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പുലർച്ചെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ നോമ്പിന് നിൽക്കാനേ പോകാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതാ അങ്ങനെ താളിപ്പൊക്കെ ആയി, നമുക്ക് ചിക്കൻ വറുത്തതായി, അതൊക്കെ സെറ്റാക്കി മേശപ്പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായയും കൂടി സെറ്റാക്കി. പുലർച്ചെ പിന്നെ കട്ടൻ ചായ മൂപ്പർക്ക് നിർബന്ധം കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇതാ സെറ്റായി നമ്മൾ ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് പല്ലും മുഖം കഴുകി കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇതൊക്കെ കൊടുത്ത് പിന്നെ എൻ്റെ പരിപാടി പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് കിടന്നാലൊരു കിടപ്പുറക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.